ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. ഇന്നൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. കാരണം ടർബോ എന്ന സിനിമ, മമ്മൂക്കയുടെ ടർബോ എന്ന സിനിമ ഈ വരുന്ന മെയ് 23 ലോകം മുഴുവൻ റിലീസ് ചെയ്യാണ്. കേരളത്തിൽ തന്നെ 500ഓളം തിയേറ്ററിൽ. മമ്മൂക്കേനെ പലരും കുറേ നാളായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മമ്മൂക്കയ്ക്ക് 100 കോടി സിനിമ ഇല്ല, ആദ്യം നിങ്ങളൊരു 100 കോടി സിനിമ ഇറക്ക്. ഇനിയിപ്പോൾ ഇങ്ങനൊരു കുറച്ച് മമ്മൂക്ക വർഗീയവാദിയാണ്, സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എല്ലാവരും ഇറങ്ങി സൂടാപ്പിയാണ് മമ്മൂക്ക, അങ്ങനെയാണ് ഇങ്ങനെയാണ് അറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ തലകുത്തി മറിഞ്ഞ് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഈ സിനിമ കാണാൻ പോകരുത്, സിനിമ മമ്മൂക്കയുടെ പുതിയ സിനിമ ടർബോ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ആരും കാണാൻ പോകരുത്, ഇത് ഒരു തീവ്രവാദിയുടെ സിനിമയാണ്, അല്ലെങ്കിൽ സുഡാപ്പിയുടെ സിനിമയാണ് മമ്മൂക്ക എന്ന് പറയുന്നത്, മമ്മൂട്ടി എന്ന് പറയുന്നത്. ഇത്രയും നാളും മലയാളികളെ പറ്റിക്കുകയായിരുന്നു, വലിയൊരു വർഗീയ വിഷയം ആണ് മമ്മൂട്ടി. മട്ടാഞ്ചേരി മാഫിയ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ്. മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ടീമുണ്ട്. അങ്ങനെ അവരെ കൂടെയാണ് മമ്മൂക്ക ഭീകരപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. മമ്മൂക്കയ്ക്ക് ഇല്ലാത്ത കുറ്റം ഒന്നുമില്ല. പക്ഷേ അങ്ങനെ പറയുന്തോറും ഈ സംഭവം ഇയാൾ ഇങ്ങനെ കയറും. അത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല. 44 വർഷമായിട്ടുള്ള മമ്മൂട്ടിയുടെ ഡൈ ഹാർഡ് ഫാനായി എനിക്കറിയാം. കാരണം മമ്മൂക്കേനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ വലുതായി കൊണ്ടിരിക്കും. അത് പ്രത്യേകമായി ദൈവത്തിൻ്റെ കരസ്പർശം ഏറ്റുള്ള വ്യക്തിയാണ്. അയാളെ തോൽപ്പിക്കാൻ നോക്കിയൊന്നും മലയാള സിനിമ ഇല്ല. അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, കമൻറ്റ് ചെയ്താൽ നിങ്ങൾ വേണമെങ്കിൽ ഒരാൾക്കും അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇത്രയും കാലമായിട്ട് തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അതങ്ങനെയാണ്. കേരളം മുഴുവൻ, കേരളത്തിലെ ജനങ്ങളിലെ 80% ആളുകളും മമ്മൂക്കയുടെ കൂടെയാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളൊക്കെ ചുരുട്ടൊക്കെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും പബ്ലിക്കായി ഇറങ്ങി തിരിച്ചു. എല്ലാവർക്കും അറിയാം മമ്മൂട്ടി ആരാണെന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഒരു സുപ്രഭാതത്തിലൊന്നും മമ്മൂട്ടിക്ക് അതിൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല. 73 വയസ്സ് സെപ്റ്റംബർ 27 73 വയസ്സാവാൻ പോകുന്ന വ്യക്തിക്ക് വർഗീയത കളിക്കേണ്ട യാതൊരു കാര്യം ഇവിടെ ഇല്ല, അല്ലേ? ആളുടെ ജീവിതം തന്നെ നമ്മൾ പരിശോധിച്ച് അറിയാൻ സാധിക്കാറ്. എന്താ പറയുക, ഒരു ഓവറായിട്ടൊരു ഇസ്ലാമിക ചിന്താഗതിക്കാരനൊന്നല്ല ആൾ. വളരെ സിമ്പിളായിട്ട് അത് 4-5 നേരം നിസ്കരിക്കുന്ന ഒരു ശരാശരി ഒരു മുസ്ലിമാണ് മാത്രം. എത്ര മുസ്ലിംസ് അല്ലെങ്കിൽ അവർ ഇദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള കാതൽ ഡെക്കോർ എന്ന സിനിമയിൽ കഥാപാത്രം ചെയ്തത് തന്നെ മുസ്ലിംസിൻ്റെ കുറേ അവരെ പണ്ഡിതന്മാരും മറ്റുള്ളവരൊക്കെ ഉസ്താദുക്കന്മാരും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിന് വേട്ടയാടിക്കുന്നത്. അതൊന്നും ആൾ ചെവി കൊള്ളാറില്ല. ആൾക്ക് ആളുടേതായ രീതി, ആളുടേതായ വഴി, ആ വഴിയിലൂടെ പോകുന്ന വ്യക്തിയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ് വേറെ ഒന്നും പറയാൻ നിൽക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെങ്കിൽ മമ്മൂക്കനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. എന്തുവരെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ഇരുമ്പാണ് നെട്ടിമുളയാണ് വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. ചുരുക ചോദിച്ചപ്പോൾ മറന്നുപോയി എന്ന് കളവ് പറഞ്ഞവൻ ചന്തു. പിന്നെന്തൊക്കെ പാണി നടക്കുന്നുണ്ട് പാണന്മാർ നിങ്ങളുടെ നാട്ടിൽ. പാണന്മാരല്ല ഇപ്പോഴത്തെ പാണന്മാരൊക്കെ നല്ല ആളുകളാണ്. അവരല്ല ഈ കൂതറകൾ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. എന്തൊക്കെ പാടി നടന്നാലും മമ്മൂക്കയുടെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മമ്മൂക്കയുടെ ടർബോ എന്ന സിനിമ ഒറ്റ ദിവസം കൊണ്ട് തന്നെ, ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ, ഇന്നാണ് അത് അതിൻ്റെ കേരളത്തിൽ തിയേറ്ററുകളിൽ റിസർവേഷൻ ആരംഭിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ 1 കോടിക്ക് മുകളിൽ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എവിടെയും ടിക്കറ്റ് കിട്ടാൻ ഇല്ലാത്തൊരവസരം വരികയാണ്. അപ്പോൾ എന്തായാലും ടർബോ എന്ന സിനിമ ഒരിക്കലും പരാജയപ്പെടില്ല. കാരണം അതങ്ങനെയാണ്. നോക്കിക്കൊന്നത് വാശി. 42 വർഷമായിട്ട് മമ്മൂക്കയുടെ കൂടെയുള്ള ഒരാൾ പറയുന്ന വാക്കാണ്. എനിക്ക് ഇതിൻ്റെ കുറേ ടെക്നിക്കൊക്കെ അറിയാം. കാരണം കൂടെ നിൽക്കുന്നവർ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതോറും ആൾ വളർന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്ര വലിയ മറ്റുള്ള മമ്മൂക്കയുടെ കൂടെ ഒപ്പം നിൽക്കാവുന്ന മറ്റൊരു നടൻ, ഇത്രയും കാലിബറുള്ള ആ നടൻ ഉണ്ടായിട്ട് പോലും 73 വയസ്സിലും ആളെക്കാൾ മുന്നിൽ തന്നെയാണ് ഇപ്പോൾ മമ്മൂക്ക നിൽക്കുന്നത്. മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് മലയാള സിനിമയിൽ വേറൊരാളുടെ പേര് പറയാറുള്ളൂ. ഒരിക്കലും ഞാനാണെങ്കിൽ പറയണമെന്ന് കുഴപ്പമില്ല. മമ്മൂട്ടി കഴിഞ്ഞിട്ട് മോഹൻലാൽ എന്ന് പറയാറുള്ളൂ. മോഹൻലാൽ മമ്മൂട്ടി എന്നാലും പറയാറില്ല. മമ്മൂട്ടി തന്നെയാണ് ഒന്നാമനെന്നും അന്നും ഇന്നും എന്നും മമ്മൂട്ടി തന്നെ ഒന്നാമൻ. ഡാൻസ് കളിക്കാനറിയില്ല, പാട്ടുപാടി അഭിനയിക്കാറില്ല, പ്രേമരംഗങ്ങൾ ചെയ്യാറില്ല. എന്തിനതിൻ്റെ ആവശ്യം? അല്ലാണ്ട് തന്നെ നമ്പർ 1 അല്ല ആൾക്ക്. പൊന്നിൻ കുടത്തിന് എന്തിനാണ് പൊട്ട്? ഇതൊന്നും മൈൻഡ് ചെയ്യുക. എല്ലാവരും കുറ്റം പറയുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് വർഗീയവാദിയാണ് മറ്റേ. അതിന് മറുപടി പറയാനൊന്നും പോയിരിക്കും ആൾക്ക് നേരില്ല. ഇപ്പോൾ ആൾ എവിടെയാണെന്നറിയാം, ടർബോൻ്റെ പരസ്യം പ്രൊമോഷന് വേണ്ടിയിട്ട് ആൾ ദുബായിലാണ്. ആൾക്കാളുടെ സിനിമ കാര്യങ്ങൾ, അത് സിനിമ മാത്രമുള്ള ചിന്തകൾ. ആൾ പറഞ്ഞു സിനിമയില്ലാണ്ട് ഒരു നിമിഷം ആൾക്ക് ജീവിക്കാൻ പറ്റില്ല, ശ്വാസമുട്ടി മരിച്ചു പോകുന്നു പറഞ്ഞു. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ആൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആളെ ചവിട്ടി താത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പലരും ശ്രമിക്കുന്നത് മാത്രം. ഞാനൊരു മുസൽമാനൊന്നുമല്ല, ഞാൻ ഹിന്ദുവാണ്. അത് പക്കാ ഹിന്ദുവാണ്, കമ്മ്യൂണിസ്റ്റുകാരനുമല്ല. പക്ഷേ നമ്മൾ മമ്മൂക്ക കഴിഞ്ഞിട്ടുള്ളൂ. കാരണം 42 കൊല്ലമായി കൂടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു വർഗീയവാദി ആണ് ആൾ എങ്കിൽ നമുക്കറിഞ്ഞുകൂടെ നമ്മൾ കൂടെ നിൽക്കുമോ?
അപ്പോൾ ഇതുപോലുള്ള ധാരാളം വ്യക്തികൾ ഇന്ന് മമ്മൂക്കയുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളെന്തായാലും ടർബോ എന്ന സിനിമ വമ്പൻ വിജയം കൈവരിപ്പിക്കും. അത് വാശിയാണ്. ഓരോരുത്തരും ഈ സിനിമ 5ഉം 10ഉം തവണ കണ്ടെങ്കിലും ഈ സിനിമ സാധാരണ ഇപ്പോൾ നിൽക്കുന്ന 4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ടാണ് 100 കോടിയെങ്കിലും ഞങ്ങൾ 2 ദിവസം വെറും 2 ദിവസം കൊണ്ട് 100 കോടി അടുപ്പിച്ചിരിക്കും. അത് കാണിച്ചാൽ ഞങ്ങൾ ഇതാ. ഓക്കെ, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. വേറെ വിശേഷമൊന്നുമില്ല. എന്തായാലും ടർബോ എന്ന സിനിമയ്ക്ക് മമ്മൂക്കയ്ക്കും 1000 ആശംസകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും. ഹായ്.